പ്രാങ്ക് സ്റ്റാർ ആയവനെ തേക്കുന്ന പെണ്ണിന്റെ കല്യാണത്തിന് പോയി അലമ്പുണ്ടാക്കുന്നു. തുടർന്നുണ്ടായ ബഹളത്തിൽ പോലീസ് അവനെ അറസ്റ്റ് ചെയ്യുന്നു. അവനെ ജാമ്യത്തിൽ ഇറക്കാൻ അവന്റെ കസിനും സുഹൃത്തുമായ കുരൾ എത്തുന്നു. അവളുടെ അച്ഛൻ സ്ഥലത്തെ പ്രധാന മിനിസ്റ്ററാണ്. അവളുടെ അച്ഛന് തന്റെ മരുമകനായ ഇവനെ വലിയ ഇഷ്ടമാണ്. അവനും അവളും ചേർന്ന് പ്രാങ്ക് സർപ്രൈസുകൾക്ക് വേണ്ടിയുള്ള ഒരു പ്ലാനിംഗ് കമ്പനി നടത്തുന്നുണ്ട്. ഒരു ദിവസം ട്രെയിനിൽ വെച്ച് അവൾ അവനെ എല്ലാവരുടെ മുന്നിൽ വെച്ച് പ്രപ്പോസ് ചെയ്യുന്നു. അവൾക്ക് നാണക്കേട് വരാതിരിക്കാൻ എന്ന് കരുതി അവൻ അതിന് സമ്മതിക്കുന്നുണ്ടെങ്കിലും പിന്നീട് തനിക്ക് കുരളിനോടുള്ള സൗഹൃദം മാത്രമേ ഉള്ളൂ എന്ന് അവൻ തുറന്നു പറയുന്നു. ഇത് കേട്ട് ഹൃദയം തകർന്ന അവൾ നാട് വിട്ടുപോയി പഠിക്കാൻ തീരുമാനിക്കുന്നു. കുരൾ പോയതോടെ അകൻ അവളെ മിസ് ചെയ്യാൻ തുടങ്ങുന്നു. ഒരു അപകടത്തിൽപ്പെട്ടതോടെ താൻ അവളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അവൻ തിരിച്ചറിയുന്നു. അവളെ വിവാഹം ആലോചിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ അവൾ പാരി എന്നൊരാളുമായി പ്രണയത്തിലാണെന്ന് അവൻ തിരിച്ചറിയുന്നു. അവന് സങ്കടമാകുന്നുണ്ടെങ്കിലും അവൻ പുറത്തു കാട്ടുന്നില്ല. അവളുടെ അച്ഛനെ പേടിച്ച് പാരിയുമായി വിദേശത്തേക്ക് കടക്കാൻ പാസ്പോർട്ട് റെഡിയാക്കുന്നതിന് വേണ്ടി അകനെ വിവാഹം കഴിക്കാൻ കുരൾ നിർബന്ധിതയാകുന്നു. അങ്ങനെ അവർ വിവാഹിതരായി അഭിനയിക്കുന്നു. വിദേശത്തേക്ക് പോകാനുള്ള വിസ പ്രോസസിംഗിനിടയിൽ കുരൾ ഗർഭിണിയാണെന്ന് തെളിയുന്നു. കുഞ്ഞിന്റെ അച്ഛൻ അകനായിരുന്നില്ല, പാരിയായിരുന്നു. കുഞ്ഞ് ജനിച്ചപ്പോൾ അകന് സ്വന്തം മകനെ പോലെ അതിനെ സ്നേഹിക്കുന്നു. ഒടുവിൽ അകന്റെ സുഹൃത്ത് കുരളിനോട് അകന്റെ ത്യാഗത്തെക്കുറിച്ചും അവളോടുള്ള സ്നേഹത്തെക്കുറിച്ചും സത്യം പറയുന്നു. അവൾക്ക് അവനോട് സിമ്പതി തോന്നുന്നു. സെന്റി അടിക്കുന്നു. അകനും കുരളും ഡിവോഴ്സ് ആവുന്ന കാര്യം അറിഞ്ഞ അച്ഛൻ ദേഷ്യത്തിൽ അവരെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് വരുന്നു. അകൻ അദ്ദേഹത്തെ രക്ഷിക്കുകയും കുഞ്ഞാണ് രക്ഷിച്ചെന്ന് കള്ളം പറയുകയും ചെയ്യുന്നു. ഇത് അയാളുടെ മനസ്സ് മാറുന്നു. അങ്ങനെ കുരളിനെയും പാരിയെയും അയാൾ അംഗീകരിക്കുന്നു. അവസാനം മകനെ സ്നേഹിക്കുന്ന സഹപ്രവർത്തകയായ സംയുക്ത അവനെ പ്രപ്പോസ് ചെയ്യുകയും അവൻ അത് സ്വീകരിക്കുകയും ചെയ്യുന്നു.